ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ട് ദിനത്തിൽ കൈലാസത്തിൻ്റെ പുനരാവിഷ്കാരം കൗതുക കാഴ്ചയൊരുക്കി. MC റോഡിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേനട ഭാഗത്ത് പാർവതി ഗോൾഡ് ജുവലറിക്ക് മുന്നിലാണ് ശിവലിംഗവും നാഗവും ഉൾക്കൊള്ളുന്ന കൈലാസ മാതൃക ഒരുക്കിയത്. സിമൻറ്റ്, തെർമോക്കോൾ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നിവ സമന്വയിപ്പിച്ച് 3 ആഴ്ചത്തെ കഠിനാധ്വാനം കൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയത്. അനിൽ മണ്ണൂർ കാരാടിയാണ് മനോഹരമായ കലാസൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ഇത് ശരിക്കും ഒരു ഏറ്റുമാനൂരപ്പൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് പാർവതി കൊണ്ട് വേണ്ടിയിട്ട് നമ്മൾ 3-ാം വർഷമാണ് ചെയ്യുന്നത്. 3-ാം വർഷത്തിലേക്ക് വന്നപ്പോൾ വ്യത്യസ്തമായിട്ടൊരു കാര്യം ചെയ്യണം എന്നുള്ള ഇതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു കൈലാസത്തിൻ്റെ കൺസെപ്റ്റ് എടുത്തു. അത് എടുത്ത് ഏകദേശം ഇത് നമുക്ക് ഫുള്ളായിട്ട് തീരാൻ ഏതാണ്ട് 3 ആഴ്ചയോളം സമയമെടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പെയിൻറ്റിങ് വർക്കുകൾ ഞാനും എൻ്റെ മോനും 2 മക്കളും പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്, അവനാണ് ഇതെല്ലാം പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 3 ആഴ്ച കൊണ്ടാണ് കംപ്ലീറ്റ് ആക്കി ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്. തിരുവുത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷങ്ങളിലും അനിൽ കാരാടിയിൽ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെയും പ്രശസ്തമായ 7.5 പൊന്നാനയുടെയും മാതൃകകൾ ഒരുക്കിയത് വലിയ ജനശ്രദ്ധ നേടിയിരുന്നു.